നമസ്കാരം. കോതമംഗലം നഗരസഭ പൊതുശ്മശാനം നവീകരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ നൌഷാദ്, രമ്യ വിനോദ്, ബിൻസി തങ്കച്ചൻ, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, വാർഡ് കൗൺസിലർ സിജോ വർഗീസ്, കൗൺസിലർമാരായ റോഷലി സിബു, എൽദോസ് പോൾ, മുനിസിപ്പൽ എഞ്ചിനീയർ ജിനു എന്നിവർ പങ്കെടുത്തു. ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്രധാന വർക്ക് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. നമ്മുടെ കോതമംഗലത്തെ ജനതയുടെ ചിരകാല അഭിലാഷമായിരുന്ന പൊതുശ്മശാനം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നമ്മൾ 2020 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രികയിൽ ആദ്യം പറഞ്ഞിരുന്ന കാര്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പൊതുശ്മശാനം നിർമ്മിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ അധികാരമേറ്റതിന് ശേഷം ഉടനെ തന്നെ 6-ാം വാർഡ് കുമ്മളത്ത് മുറിയിൽ അതിന് സ്ഥലം കണ്ടെത്തുകയും 65 സെൻറ്റ് തിരിച്ച് അതിനുവേണ്ട നിയമപരിപാടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ക്രെമറ്റോറിയം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് അതിൻ്റെ വാർത്ത നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഇടതുപക്ഷ ഗവൺമെൻറ് നല്ല രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. എല്ലാവരുടെയും സഹകരണമാണ് ഈ സമയത്ത് ആവശ്യം. MLA അടക്കം നമുക്കിതിന് ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കിഫ്ബിയുടെ 4 കോടി രൂപയും MLAയുടെ 1 കോടി രൂപയും നഗരസഭയുടെ 25 ലക്ഷവും ചേർന്ന് ഏകദേശം 5.25 കോടി രൂപയാണ് നമ്മൾ ക്രെമറ്റോറിയത്തിന് ചെലവഴിക്കുന്നത്. നമ്മുടെ ഈ പണി തീർന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ റോഡ് നിർമ്മാണം ആരംഭിക്കും. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ട് ഉടനെ തന്നെ ക്രെമറ്റോറിയം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.